എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ജെസിമോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബാലാമണി താത്ത. എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യമില്ല കേട്ടോ. ദേഷ്യം വരാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഗുരുവായൂർ അമ്പലം നടയിൽ നിന്ന് കേക്ക് മുറിച്ചത് കൊണ്ടുള്ള ഒരു വിഷയം. അത് മാത്രമൊന്നുമല്ല, ഇവള് വൻ ഉടായിപ്പ എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയത് സ്വന്തമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതിലൂടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. പറ്റിക്കുന്നില്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ ഒരു 10 ആൾക്കാരുടെ മുന്നിൽ തൻ്റെ അടുത്തോട് കൂടിയിട്ട് നിങ്ങൾ തരുന്ന പേപ്പറിൻ്റെ അകത്ത് ഞാൻ അന്തസ്സായിട്ട് വരക്കുമെന്ന് പറയാനുള്ള തൻ്റെ ഇടം പോലും ഇല്ലാത്തവളെ നീയാണോ മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയുന്നത്? ഒരിക്കലും പറയാനുള്ള ഒരു വോയിസ് നിനക്കില്ല. എന്തുകൊണ്ടാണെന്നറിയുക, നീ നരേന്ദ്രമോദിനെ അടക്കം പറ്റിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപി സാറിനെ അടക്കം പറ്റിച്ചിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പക്ഷേ എല്ലാവരും അത് മനസ്സിലാക്കി എന്നുള്ളത് ഈ പരമ യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാനൊന്നല്ല പീഡിപ്പിക്കപ്പെട്ടത്. പീഡിപ്പിക്കപ്പെട്ടിട്ടും അന്നേരം ഒന്നും ചെയ്യാതെ 1 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ചുരിദാർ കീറി, എൻ്റെ ഡ്രസ്സ് കീറി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്നതും ഒരു സ്ത്രീക്ക് ചേർന്നല്ലടി. രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ നീ കാരണമല്ലോ ഓൺലൈനിൽ വന്നപ്പം എന്തെല്ലോ അങ്ങനെ ഇട്ടിട്ടാണ് വരുന്നത്. നിനക്ക് ധൈര്യം ഉണ്ടാടി? നിൻ്റെയും നമ്മളെ ചേട്ടൻ്റെയും ഞാൻ ചാറ്റിങ് എടുത്തോട്ടെ, ഇടട്ടെ. ഞാൻ പറയുന്നത്. എൻ്റെ അടുക്ക കുറേ കാര്യങ്ങൾ നിങ്ങളാൾക്കാർ തന്നെ എനിക്ക് കുറേ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇടാണ്ട് വെച്ചെന്ന് വെച്ചാൽ നീ ഒരു പെണ്ണാണ്, അതുകൊണ്ട് മാത്രമാണ് വെറുതെ വിട്ടത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എനിക്ക് പിന്നെ നിൻ്റെ കാര്യത്തിൽ തീരെ ഇടപെടാനുള്ള ഒരു മൈൻഡില്ല, സത്യം പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. കാരണം ഹിന്ദുക്കളെ മൊത്തം പറ്റിക്കുന്നത് മാത്രമേ ഉള്ളൂ നിൻ്റെ ഉടായ്പ്. കൃഷ്ണൻ്റെ ചിത്രം വരക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ കോപ്പി പേസ്റ്റാണ് വരക്കുന്നത് എന്നുള്ളത് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിന്. ഇനി ആൾക്കാർക്ക് മനസ്സിലാകാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കൃഷ്ണനല്ലേ കള്ളക്കണ്ണനാണ്. തീർച്ചയായിട്ടും വരായികയിൽ നിങ്ങൾ കണ്ടോ, എഴുതി വെച്ചോ, എഴുതി അവിടെ വെച്ചോളൂ. പരിഹസിച്ച ആൾക്കാർക്കുള്ള മറുപടി, എന്നെ പരിഹസിച്ച ആൾക്കാർക്കുള്ള മറുപടി അത് തന്നെ തരും, അല്ലാണ്ട് വേറൊന്നുമല്ല. എൻ്റെ ഉടായിപ്പൊക്കെ കഴിയാറായി. എന്തായാലും നീ പറയുന്നുണ്ടല്ലോ ഈ ഫോട്ടോ വിറ്റിട്ട് വേണം എനിക്ക് വീടെടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നല്ല കാര്യം തന്നെയാണ്. ഈ മേടിക്കുന്ന ആൾക്കാർ വെറും പൊട്ടന്മാറാന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയൂ. എനിക്ക് മാത്രമൊന്നുമല്ല, കുറച്ച് ആൾക്കാർക്ക് അറിയാം. വേറൊന്നും കൊണ്ടല്ല, തൻ്റെ ഇടത്തോടു കൂടി 10 ആൾക്കാരുടെ മുന്നിൽ ഞാൻ അത് തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ കാര്യത്തിൽ ഇടപെടാത്തതും. ഞാൻ പറയുന്ന കാര്യമല്ല നീ വേറെ ആൾക്കാരോട് പറയുന്നത്, നീ വീഡിയോയിൽ പറയുന്നതും വേറെ കാര്യമാണ്. 10 ആൾക്കാരുടെ മുന്നിൽ അവർ തരുന്ന പേപ്പറിൻ്റെ അകത്ത് വരച്ച് കാണിക്കാൻ തൻ്റെ ഇടമുണ്ടോ? ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്. നിൻ്റെ ഈ കൃഷ്ണൻ കോപ്പി പേസ്റ്റ് വെച്ച കൃഷ്ണൻ്റെ ഫോട്ടോ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മറുപടി ചോദിക്കുന്നത്. പക്ഷെ അതിനെല്ലാം നിങ്ങൾ മറുപടി തരുന്നത്, നീ അരുണേട്ടനും കൂടി എന്താ മറുപടി തരുന്നത്? വേറെ എന്തെല്ലോ മറുപടിയാണ് തരുന്നത്. ഉത്തരം കിട്ടിയ ചോദ്യം ഉണ്ടോ, മറുപടിക്ക് കിട്ടിയ മറുപടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ഇതാണ് ഞാൻ ചോദിച്ച കാര്യം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഇത് തന്നെയാണ്, അല്ലാണ്ട് വേറെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്.